നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. അധികം വൈകാതെ വിത്തിറക്കണം. നീ വയലിലേക്ക് വേഗം ചെല്ലേ. ഞാൻ ഉടനെ പോകാം അപ്പ. മകനെ, നീ വേഗം വിത്തൊരുക്കാൻ നോക്ക്. ഈ അപ്പൻ ഇവിടെ പണിയൊന്നുമില്ല. ഈ കൃഷിയൊക്കെ എനിക്ക് മടുത്തു. മോനെ, അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റും. അധ്വാനിക്കാതെ ജീവിക്കാമോ എന്ന് ഞാൻ നോക്കട്ടെ. അപ്പ, ഞാൻ വയലിലേക്ക് പോകുന്നു. ശരി മോനെ. അപ്പനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണാവോ? നമുക്ക് ഇത്രയും സ്വത്തുണ്ടല്ലോ, അതിൽ ഒരു ഭാഗം എന്റേതല്ലേ? അതെ. അല്ലെങ്കിൽ എനിക്കുള്ളത് അപ്പനെങ്കിൽ തന്നേക്കൂ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. മോനെ, നീ എന്താ ഈ പറയുന്നേ? അപ്പനെ തരാൻ പറ്റുമെങ്കിൽ താ. മോനെ, അങ്ങനെയെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, ഞാൻ തന്നേക്കാം. ജേട്ടനും വയലിൽ കിടന്ന് വിയർക്കുന്നു. എനിക്കാണെങ്കിൽ പരമസുഖം. അതെ അതെ, നിന്നെപ്പോലെ ഒരു സുഹൃത്തിനെ കിട്ടിയതിൽ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതെ, പിന്നെ എനിക്കൊരു 10,000 പണം വേണമായിരുന്നു. ഇതാ പിടിച്ചു. ഞാനുള്ളപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ടി വരരുത്. ഞാൻ ഉടനെ മടക്കി തന്നേക്കാം. ഓക്കെ. അയ്യോ, എന്റെ പണം എവിടെ? എന്റെ കൂട്ടുകാരെ കാണാനില്ലല്ലോ. വിശന്നിട്ടും വയ്യ. ഇനി ആരോടെങ്കിലും ഒരു ജോലി അന്വേഷിക്കാം. ആരാണാവോ? കയറി വാ. യജമാനെ, ഞാനൊന്ന് ദൂരെ നാട്ടിൽ നിന്ന് വരികയാണ്. എന്റെ കയ്യിലെ പണമൊക്കെ തീർന്നു. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായേനെ. ഇവിടെ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറയരുതേ. എന്തെങ്കിലും ജോലി മതി, എന്റെ വിശപ്പടക്കാൻ മാത്രം. ആ, തൽക്കാലം ഇവിടുത്തെ പന്നികളെ മേയ്ക്കാൻ പോയിക്കൊള്ളൂ. എനിക്കെന്ത് കൂലി തരും? ആഹാ, കൂലിയോ? നീ ആദ്യം ജോലി ചെയ്യൂ, എന്നിട്ടല്ലേ കൂലി. അയ്യോ, വിശന്നിട്ട് തുടർന്ന് കത്തുന്നു. ആ പന്നിക്ക് കൊടുക്കുന്ന വാടകയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് അടുപ്പിക്കുന്ന പോലുമില്ല. വെറുതെ അല്ല ഇതിനൊക്കെ പന്നി എന്ന് പേരിട്ടത്. എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഇല്ല, ഇനി ഞാൻ ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. എന്റെ അപ്പനോട് എന്റെ തെറ്റുകൾ ഏറ്റു പറയണം. അപ്പ, അപ്പന് വേറെ പണിയൊന്നുമില്ലേ? അവൻ ഇനിയും വരുമെന്ന് കരുതിയാണ് കാത്തിരിക്കുന്നത്. എന്തായാലും എന്റെ മകൻ മടങ്ങി വരാതിരിക്കില്ല. കാത്തിരുന്നോ. അവൻ കൊണ്ടുപോയതിന് ഇരട്ടി സ്വത്തുമായിട്ട് വരും. അല്ല പിന്നെ, ഞാൻ വയലിലേക്ക് പോകുന്നു. അയ്യോ, അതെന്റെ മകനല്ലേ വരുന്നേ? മോനെ, മോനെ.
അപ്പ ഞാൻ സ്വർഗത്തോടെ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനൊന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. വേഗം മേൽത്തരമായ അംഗം നിങ്ങളെ ധരിപ്പിക്കും. ഇതിന്റെ കൈക്ക് മോതിരവും കാലിന് ചേർപ്പണിവി തടിപ്പിച്ച കാളകളെ ഇറക്കുവി. നാം ഇന്ന് തിന്ന് ആനന്ദിക്കുക. ഈ എന്റെ മകൻ മരിച്ചു പോയിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആഘോഷം നടക്കട്ടെ.